മാർക്സിസ്റ്റ് പാർട്ടി സ്ഥിരമായി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കാറുണ്ടെന്ന് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എതിർ പാർട്ടികളിൽ നിന്ന് ആര് തന്നെ ജില്ലയിൽ പ്രചാരണത്തിലെത്തിയാലും തനിക്ക് പ്രശ്നമില്ല എന്നും അനിൽ ആന്റണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുമെന്ന് അനിൽ ആന്റണി വ്യക്തമാക്കി. ഇന്ന് ഇവിടുത്തെ LDF സർക്കാരിനെതിരെ വലിയൊരു ജനവികാരം ഇവിടെ ഉണ്ട്. കാരണം എന്തൊക്കെ ചെയ്താലും അവർ വലിയ രീതിയിൽ പരാജയപ്പെടാൻ പോവുകയാണ്. AK ആന്റണി UDF-നായി പ്രചരണത്തിനെത്തിയാൽ NDAക്ക് അത് മണ്ഡലത്തിൽ ക്ഷീണമാകുമോ എന്ന ചോദ്യത്തിന് അനിൽ ആന്റണിയുടെ മറുപടി ഇങ്ങനെ: ആരിവിടെ ക്യാമ്പയിനിങ്ങിന് വന്നാലും നരേന്ദ്രമോദിജിക്ക് പകരം രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ പ്രധാനമന്ത്രിയാക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ 15 വർഷം ഇവിടെ പരാജയപ്പെട്ട ശ്രീ ആന്റണിയെ MP ആക്കണമെന്ന് പറയാനല്ലാതെ വേറൊന്നും പറയാൻ ഇവിടെ വരത്തില്ലല്ലോ. അത് കാരണം ഇപ്പോൾ ആര് വന്നിട്ടും വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗും കേരളത്തിൽ ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ ആന്റണി MP ആയിരുന്നു. അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും പത്തനംതിട്ടയിൽ അക്കാലത്ത് ഒരു വികസനവും എത്തിക്കാൻ UDF സ്ഥാനാർത്ഥി ആന്റണിക്കായില്ലെന്നും അനിൽ ആന്റണി വിമർശിച്ചു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA വിജയിക്കുമെന്ന ഉറച്ച ഒരു ആത്മവിശ്വാസം കൂടിയാണ് അനിൽ ആന്റണി പ്രകടിപ്പിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.